ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏറ്റവും പുതുതായിട്ട് റിലീസ് ചെയ്ത ഗുമസ്തൻ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. സിനിമ കാണാൻ ഇത്തിരി ലേറ്റായിപ്പോയി, പക്ഷേ ഗംഭീര സിനിമ. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചു. അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അമൽ കെ ജോബിയാണ് ഗുമസ്തൻ സംവിധാനം ചെയ്തിരിക്കുന്നത്. ബിബിൻ ജോർജ്, ജെയ്സ് ജോസ് എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളികൾ ഒരുപാട് താരങ്ങളുടെ ഉദയം, പിന്നീട് അവർ സൂപ്പർ സ്റ്റാറുകളായി മാറുന്നത് കണ്ടുകൊണ്ടിരുന്നവരാണ്. ശ്രീ ബിജു മേനോനാണെങ്കിലും ശ്രീ ജോജു ജോസഫ് ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ അവർക്ക് ശേഷം ഇതാ ഒരു അത്യുഗ്രം പ്രകടനമായി ജെയ്സ് ജോസ് നമ്മളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഗംഭീര പ്രകടനമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം എന്നെ അത്ഭുതപ്പെടുത്തി. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി അത് എക്സ്പീരിയൻസ് ചെയ്യണം. ഗംഭീര പ്രകടനം. അദ്ദേഹത്തെ കൂടാതെ ഈ സിനിമയിൽ ബിബിൻ ജോർജ്, പ്രശാന്ത് അലക്സാണ്ടർ, ദിലീഷ് പോത്തൻ, അങ്ങനെ ഒരു വമ്പൻ താരനിര തന്നെ ഈ സിനിമയിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വക്കീലന്മാരുടെ മാസ് കണ്ടിട്ടുണ്ട്, പോലീസുകാരുടെ മാസ് കണ്ടിട്ടുണ്ട്. നമ്മളൊരു ഗുമസ്തൻ്റെ മാസ് കണ്ടിട്ടുണ്ടാവില്ല. അത് കാണണമെങ്കിൽ ഗുമസ്തൻ എന്ന് പറയുന്ന സിനിമ തന്നെ കാണണം. ഈ തിരക്കഥ ഒരു അല്പം പോലും ലാഗടിപ്പിക്കാതെ നമ്മളൊരു വേറിട്ട മൂഡിലോട്ട് കൊണ്ടുപോയി. ശരിക്കും എന്താ പറയുക, ഒരു ചെറിയ ലൂപ്പ് ഹോൾ പോലും ഇടാതെ. സാധാരണ നമ്മൾ സിനിമ ഒരുപാട് കാണുന്ന ആൾക്കാർക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാണുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ ഇങ്ങോട്ടായിരിക്കും, അല്ലെങ്കിൽ അത് ഇന്നയാളായിരിക്കുമോ അതിൽ വില്ലൻ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഇതിൽ ഒരു ഹിൻറ്റ് പോലും ഇടാതെ നമുക്ക് നമ്മൾ ഒരുപാട് റൂട്ടുകളിലൂടെ ഇങ്ങനെ വേർതിരിച്ച് വിട്ടിട്ട് ലാസ്റ്റ് അതിൻ്റെ ഒരു ആരാണ് ശരിക്കും വില്ലൻ എന്നറിയുമ്പോൾ നമ്മൾ ശരിക്കും അമ്പരന്ന് പോകും. അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു തിരക്കഥയുടെ ഒരു ബ്രില്യൻസ് തന്നെയാണ്. സിനിമ വളരെ മനോഹരമായിട്ട് നമ്മളുടെ മുമ്പിൽ എടുത്ത് വെച്ച് ഒരു വിഷ്വൽ ട്രീറ്റ് ആയിട്ട് എടുത്തു വെക്കാൻ ശ്രീ അമൽ കെ ജോബിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ ഈ അടുത്തിറങ്ങിയ മലയാള സിനിമകളിലെ ഒരു ഗംഭീര ത്രില്ലർ സിനിമ. ഇനി ആ സിനിമയെ പറ്റി എന്താണ് പറയാമെന്നറിയില്ല. ഒരുപാട് സസ്പെൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് താരങ്ങൾ ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സൂപ്പർ സിനിമ. ഇതിൻ്റെ അകത്ത് ഇമോഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ മാസുണ്ട്, ഫൈറ്റുണ്ട്, എല്ലാം ചേർന്ന ഒരു കോംബോ. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് ഈ സിനിമ കണ്ടതിന് ശേഷം നമ്മളുടെ ഈ റിവ്യൂവിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം അടുത്ത സിനിമയുടെ റിവ്യൂവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.